ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 10-11 കിച്ചൺ ടിപ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിൽ ഒട്ടുമിക്കവരും ഉപയോഗിക്കുന്നതാണ് സ്റ്റീലിൻ്റെ ബോട്ടിലില്ലേ. എന്നാൽ ഈ ഒരു സ്റ്റീലിൻ്റെ ബോട്ടിൽ ഒത്തിരി നാൾ അടച്ചു വെച്ചാലോ അല്ലെങ്കിൽ പുതിയത് വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സ്മെല്ലുണ്ടാവും, ഒരു ബാഡ് സ്മെല്ല്, ഒരു കെട്ട സ്മെല്ലായിരിക്കും അതിലെ. അപ്പോൾ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റീലിൻ്റെ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ബേക്കിംഗ് സോഡ ഷോപ്പുകളിൽ നിന്ന് ഡേറ്റ് കഴിഞ്ഞതൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഡേറ്റ് കഴിഞ്ഞ ബേക്കിംഗ് സോഡ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമുറി നാരങ്ങയുടെ നീരൊക്കെ എടുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു നാരങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കുക. ഒരുപാട് തിളച്ച വെള്ളം വേണമെന്നില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. കുലുക്കി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണ ചൂടൊക്കെ പോയതിന് ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മതി. അല്ല ഇനിയിപ്പോൾ ഇതിനോട് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ചെയ്യുന്നതിന് പകരം ബേക്കിംഗ് സോഡ ഒക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ ജീരകം ഇതിലോട്ട് ഇട്ടുങ്ങാണ്ട് ഒരു രാത്രി മുഴുവൻ വെച്ചാലും മതി കേട്ടോ, കുറച്ച് വെള്ളത്തിൽ. അപ്പോൾ ആ ചെറിയൊരു ജീരകത്തിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഈ ഒരു കുപ്പിയിൽ ഉണ്ടാവുക. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നാരങ്ങയുടെ ആ ഒരു ഫ്ലേവറും ആയിരിക്കും. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ലല്ലോ, നാരങ്ങ ആകുമ്പോൾ ഒരു കോമൺ ആണല്ലോ അല്ലേ. അപ്പോൾ സാധാരണ പോലെ കഴുകിയെടുത്താൽ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു നാരങ്ങ ഉണ്ടല്ലോ, ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ നെക്സ്റ്റ് ഡേന് ഉപയോഗിക്കാം. അങ്ങനെ പുതിയതാണെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം 2-3 ദിവസങ്ങളിലായിട്ടൊന്ന് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാൾ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ തന്നെ ആ ഒരു സ്മെല്ല് പോകും കേട്ടോ. അപ്പോൾ ഒത്തിരി നാൾ എടുത്ത് വെച്ച സ്റ്റീലിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സ്കൂളൊക്കെ തുറക്കാനായി മക്കൾക്ക് ഏറ്റവും കൂടുതൽ കൂട്ടാൻ കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ടാവുക പൊട്ടാറ്റോ ആയിരിക്കും. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് ഒന്നിച്ചൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ മാസാവസാനം ആകുമ്പോഴേക്കും അതിൽ മുള വരാനും പൊട്ടിപ്പോകാനും ചീത്തയാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ പൊട്ടാറ്റോ എടുത്ത് വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും വാങ്ങുന്ന നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ വെക്കുകയാണെങ്കിൽ മുള പൊട്ടി വരുന്നത് തടയാനും അതുപോലെ തന്നെ ചീത്തയായി പോകുന്നത് തടയാനും വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. തക്കാളിക്ക് വില കുറയുമ്പോഴോ അല്ലെങ്കിൽ മന്ത്ലി ബഡ്ജറ്റിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഒത്തിരി തക്കാളികൾ വാങ്ങിയിട്ട് എടുത്ത് വെക്കുക അല്ലേ. അപ്പോൾ നമ്മൾ തക്കാളി വാങ്ങിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് തുടക്കുക. അതിനുശേഷം ഈ ഒരു നെട്ടിയുടെ ഇവിടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചീത്തയായി പോകുന്നത് ഏറെക്കുറെ തടയുന്നത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കഴുകിയിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അർജൻറ്റ് കൂട്ടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് നേരം അതിന് കഴുകാനും ഇതിനൊന്നും സമയം കളയണ്ട. നമുക്ക് ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് പൈപ്പിൻ്റെ ചോട്ടിലൊന്ന് കാണിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒട്ടുമിക്ക വീടുകളിലും വലിയൊരു പ്രശ്നമാണ് ഉറുമ്പുലെ. അത് ചെറിയ ഉറുമ്പ്, അതുപോലെ തന്നെ ചോണോൻ ഉറുമ്പ്, കുനിയൻ ഉറുമ്പ്, അങ്ങനെ ഉറുമ്പുകൾ ഓരോ ഏരിയക്ക് അനുസരിച്ചും പല തരത്തിലായിരിക്കും. ഓല ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുക പഞ്ചസാരയിൽ കയറി കൂടിയിട്ടാണ്. നമ്മളെ കണ്ണൊന്ന് തെറ്റിയാൽ ഓല അവിടെ എത്തും. അപ്പോൾ അവരെ തടയാൻ ഗ്രാമ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സ്മെല്ലിലെ ഏരിയയിലോട്ട് അവർ വരൂല എന്നാണ് പറയുന്നത്. എനിക്ക് ഏറെക്കുറെ അനുഭവമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തവർ സക്സസ് ആയവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുകയും ചെയ്യുക. മന്ത്ലി പർച്ചേസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒഴിച്ചുകൂടാത്ത ഒന്നാണ് മല്ലിയില അല്ലേ. മല്ലിയില നമുക്ക് 2 രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഒന്ന് നമുക്ക് മല്ലിയില നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമ്മൾ കുപ്പിയുടെ ജാറിൽ ആ ഒരു വേരിൻ്റെ ഭാഗം ഇറക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ അത് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴേ ഒരു കാർഡിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന മാതിരിയായിരിക്കും തോന്നുക അല്ലേ, ഒരു ചിട്ട തോന്നൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മല്ലിയില നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ കറിയിലോട്ടും
രീതിയിലോട്ടൊക്കെ കട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ കേടുകൂടാതെ വരും കേട്ടോ. ആ വെള്ളം മുഴുവനൊന്ന് പോയി എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം വല്ലാതെ രീതിയിൽ വേണ്ട, ചീത്തയായി പോവും. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ വെക്കുമ്പോൾ തന്നെ ഒരുപാട് മല്ലിയിലൊക്കെയാണ് വെക്കുന്നത് വെച്ചെങ്കിൽ പല പോക്കറ്റിലായിട്ട് വെക്കുക. അതായത് ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ചെടുത്ത് പൊതിഞ്ഞ് വെക്കുക, ഒരു കറിയിലോട്ട് ആവശ്യമുള്ളത് പൊതിഞ്ഞ് വെക്കുക. അങ്ങനെ ഒരു 5-6 പോക്കറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ ഒരു പോക്കറ്റ് എടുക്കുമ്പോൾ മറ്റേ പോക്കറ്റിനെ അത് ബാധിക്കാത്ത രീതിയിലാവും. അപ്പോൾ ഇത് വളരെ കുറച്ച് മല്ലിയിലുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഇതിൽ തന്നെ എടുത്ത് വെക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ തോനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുമ്പോൾ നമ്മളെ മറ്റുള്ള മല്ലിയിലകൾ അത് ഒരു തരത്തിലും ബാധിക്കില്ല കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ കണ്ടെയ്നറിൽ വെള്ളമാക്കിയിട്ട് അതിൽ വേരിൻ്റെ ഭാഗം കുത്തി വെക്കുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു രീതിയിൽ മല്ലിയിൽ എടുത്ത് വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ പോക്കറ്റിൽ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നമ്മളെ ഉപയോഗത്തിന് നല്ലത് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ ഫ്ലാസ്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ആ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കേടുവരും. അത് കണ്ണാടിയുടെ ഫ്ലാസ്ക് ആയിക്കോട്ടെ, ഇതുപോലെ സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് ആയിക്കോട്ടെ. പക്ഷേ അതിൻ്റെ ഉള്ളൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ ഒരു ലൈക്ക് അങ്ങ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഫ്ലാസ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിലോട്ട് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് സുർക്ക അല്ലെങ്കിൽ വൈറ്റ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം, ഈ ഒരു ഫ്ലാസ്ക് നിറയെ തിളച്ച വെള്ളം വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊരു അരമണിക്കൂറൊന്ന് എടുത്ത് വെക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ കഴുകി എടുക്കണ പോലെ, അതായത് ആ ചൂടുവെള്ളം ഒഴിവാക്കിയിട്ട് ആ ചൂട് പോയതിന് ശേഷം വേണം കഴുകിയെടുക്കാൻ കേട്ടോ. ചൂടുവെള്ളം തണുപ്പ് വെള്ളം പെട്ടെന്ന് ഇത് നമുക്ക് തട്ടുമ്പോൾ ഫ്ലാസ്ക് പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചൂടൊക്കെ പോയതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ പുതിയത് വാങ്ങണ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലാസ്ക് ഫീൽ ചെയ്യും. നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല വൃത്തിയിൽ നിൽക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ അത്രത്തോളം അങ്ങ് വൃത്തിയേടായിട്ട് നിൽക്കാറും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതന്നെ എപ്പോഴും ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്, അതായത് വീക്കിലി എങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഫ്ലാസ്ക് അതുപോലെ തന്നെ വെട്ടി തിളങ്ങി നിൽക്കും. ഇതുപോലെ തന്നെ പുറത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. മന്ത്ലി ഷോപ്പിങ്ങിൽ നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൂടാത്ത ഒന്നാണ് റവ അല്ലേ? ഉപ്പുമാവ് ഉണ്ടാക്കാനോ അതുപോലെ തന്നെ പലതരം സ്നാക്സ് ഉണ്ടാക്കാനും നമ്മൾ റവ ഉപയോഗിക്കാറുണ്ട്. റവ നമ്മൾ ഒരുപാട് വാങ്ങി വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത് പ്രാണികൾ അല്ലെങ്കിൽ പുഴുക്കൾ ഇതിലോട്ട് വന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് തടയാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പുമാവിനില്ല റവ നെയ്യിലൊന്ന് നന്നായിട്ട് തന്നെ വറുത്ത് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ നെയ്യിൽ വറുത്ത റവയാണ് ഇത്. അതിൻ്റെ കൂടെ തന്നെ നെയ്യില്ലാതെ ബാക്കിയുള്ളതും വറുത്ത് വെക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനോ മറ്റുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മളിങ്ങനെ വറുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പണിയും ലാഭമാണ്, അതുപോലെ തന്നെ ഒരുവിധം പ്രാണികളും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വരുന്നതും തടയും കേട്ടോ. എന്നിട്ട് നല്ലൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ബോട്ടിലാണോ ആക്കുന്നത് അത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ പുഴുക്കൾ വരാതെയും അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ 2 ജാറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് അറിയാം കേട്ടോ, ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഏതാണ് നെയ്യിൽ വറുത്തത് ഏതാണ് നെയ്യല്ലാതെ വറുത്തത് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. റവ വറുത്തത് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പല പൊടികൾ നമ്മൾ കുപ്പിയിലാക്കാൻ ഇതുപോലെ ഓരോ സ്പൂൺ എടുത്തുകൊണ്ട് കുപ്പിയിലാക്കുന്നവരുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു ന്യൂസ് പേപ്പറിലോട്ട് ഇതിങ്ങനെ കൊട്ടി കൊടുത്തിട്ട് ആ ന്യൂസ് പേപ്പർ മടക്കിയിട്ട് ആ ഒരു ജാറിലോട്ട് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സമയം ലാഭിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും തന്നെ കളയാതെ നമുക്ക് എല്ലാതും ആ ഒരു ഗ്ലാസ് ജാറിലോട്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നറിലോട്ട് ആക്കാനും പറ്റും. ഇതുപോലെയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം.
ഒട്ടുമിക്ക ഒരു റൈസ് കുക്കർ ഉപയോഗിക്കുന്നത് ചോറ് വെക്കാൻ മാത്രമായിരിക്കും. പക്ഷെ ചോറല്ല, ചോറിൻ്റെ കൂടെ തന്നെ നമുക്ക് പല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. റൈസ് കുക്കറിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ തന്നെയാണിത് കേട്ടോ. അപ്പോൾ റൈസ് കുക്കറിലോട്ട് ചോറ് ഇറക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്, വഴുതനങ്ങ അതുപോലുള്ള ഉപ്പേരികളൊക്കെ ജസ്റ്റ് ഒന്ന് കടുകറുത്ത് ചൂടാക്കിയ ശേഷം ഈ ഒരു ചോറിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചോറ് ഊറ്റുമ്പോൾ ഇതും അങ്ങ് എടുത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും ചെയ്യും. നമ്മളെ സമയം ലാഭിക്കുക, ഗ്യാസ് ലാഭിക്കുക, അങ്ങനെ പല തരത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റ് മാത്രമല്ല, ക്യാബേജും അതുപോലെ തന്നെ ബീട്രൂട്ട് അങ്ങനെയുള്ള ഉപ്പേരികളൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് പണിയും ലാഭമാണ്, ഗ്യാസും ലാഭമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നമ്മളെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തണുത്ത വെള്ളം, ഐസ്ക്രീം ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതുപോലെ റൈസ് കുക്കർ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ തണുത്ത വെള്ളം എല്ലാതും ഇതുപോലെ റൈസ് കുക്കറിൻ്റെ ഉള്ളിലാക്കിയിട്ട് അടച്ചിട്ട് വണ്ടിയിലോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തുറക്കുകയാണെങ്കിൽ അതിലത്തെ തണുപ്പും കാര്യങ്ങളൊന്നും വിടാതെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക യാത്രകളൊക്കെ ചെയ്യുന്നവരായിരിക്കും. നല്ലൊരു റൈസ് കുക്കർ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ തണുപ്പും കാര്യങ്ങളൊന്നും വിടാതെ ഇതുപോലെ കട്ട് കൊടുക്കാൻ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ടിപ്സ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.